ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളെ കൂടെ എല്ലാവർക്കും അറിയാമായിരിക്കും ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന്. പക്ഷേ എങ്കിൽ അറിയാത്തവരും ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവരെ കൂടി ഒന്ന് പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പത്തിരിക്കും പിന്നെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയല്ല, അതാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അത് ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത്, പിന്നെ തിളപ്പിച്ച വെള്ളമാണ്, നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളം കൂടെ ആഡ് ചെയ്ത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം കുറച്ച് ചേർത്ത് ചെറുതായിട്ട് തവിയിട്ട് ഇളക്കി, നമ്മൾ കൈ കൊണ്ടൊന്നും ഇടാൻ പോലും, തിളച്ച വെള്ളമാണ്, അത് ഓർമ്മ വേണം കേട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് ഇളക്കി ഒന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ച്, സേവനാഴി എന്നാണ് പറയുന്നത്, അത് നന്നായിട്ട് കഴുകി അതിലേക്ക് ഞാൻ കുറച്ച് മാവ് ഇങ്ങനെ ഉരുളയാക്കി അതിനകത്തോട്ട് നിറയ്ക്കുന്നുണ്ട്. അങ്ങനെ നിറച്ചതിന് ശേഷം നമ്മളത് ഇഡ്ഡലിത്തട്ടിനകത്ത് വെച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിത്തട്ടിലെല്ലാം നമ്മൾ നന്നായിട്ട് എണ്ണ തേക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് തേച്ചെടുത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ടിങ്ങനെ അതിലേക്ക് പീച്ചിടാം. ഞങ്ങൾ പീച്ചി ഇടുക എന്നാണ് പറയുന്നത്. എല്ലാവരും എന്തുവാണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓരോരുത്തരും. അപ്പോൾ അങ്ങനെ എല്ലാം ഇങ്ങനെ കുറച്ചൊന്ന് പീച്ചി ഇടുന്നുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് തേങ്ങ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ചിലരൊക്കെയാണെന്നുണ്ടെങ്കിൽ ആദ്യം തേങ്ങ ഇട്ടിട്ടാണ് അതിൻ്റെ മണ്ടയ്ക്കാണ് ഇടിയപ്പത്തിനിങ്ങനെ പീച്ചി ഇടുന്നത്. പക്ഷേ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പീച്ചി വെച്ചതിന് ശേഷം പിന്നെയാണ് അതിൽ ബാക്കിയും കൂടെ ഫില്ല് ചെയ്ത് വെക്കുന്നത്. അപ്പം ഞാൻ ബാക്കിയും കൂടെ ഒന്ന് ഇടിയപ്പം പീച്ചി വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും ഒന്ന് നിറച്ചൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇടിയപ്പത്തിൻ്റെ അപ്പച്ചെമ്പിനകത്ത് വെച്ച് ആവി കയറ്റിയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അവിടെ അപ്പച്ചെമ്പ് വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് അതും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം എല്ലാം പീച്ച് എല്ലാം ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് അപ്പച്ചെമ്പിലേക്ക് മാറ്റാം. അപ്പോൾ അതിലെയും വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷമേ എടുത്ത് വെക്കാവേ. അങ്ങനെ വെട്ടി തിളച്ചതിന് ശേഷം ഈ നമ്മൾ പീച്ച് വെച്ചിരിക്കുന്ന ഇടിയപ്പം എല്ലാം കൂടെ എടുത്ത് ഇഡ്ഡലിത്തട്ടിനകത്തോട്ടാക്കി എല്ലാം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആവി വന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടക്കറി ഇടിയപ്പമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ.